രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള ചിലരുടെ ആശങ്കയ്ക്ക് പ്രസക്തിയുണ്ടോ? ന്യായീകരണമുണ്ടോ? ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ജനസംഖ്യാ നിരക്ക് കുറയുകയും മുസ്ലിങ്ങളുടെ ജനസംഖ്യാ നിരക്ക് കൂടുകയും ചെയ്യുന്നതാണ് വിഷയം. PC ജോർജ് അത് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞപ്പോൾ വിവാദമായി. ജനസംഖ്യാ നിയന്ത്രണം സർക്കാർ നയമാക്കിയ നാളുകളിൽ ആ പ്രവണതയോട് സ്വമേധയ ചേർന്ന് നിന്നവർക്ക് ജനസംഖ്യ നഷ്ടം സംഭവിച്ചു എന്നതാണ് സ്ഥിതിവിവരം. സർക്കാർ നയത്തോട് സഹകരിക്കാതിരുന്നവരുടെ എണ്ണം ഉയർന്നു. സ്വന്തം നിലനിൽപ്പ് ചിന്തിക്കാതെ ക്രൈസ്തവർ എണ്ണത്തിൽ ചുരുങ്ങിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ക്രൈസ്തവർക്ക് തന്നെ, സംശയമില്ല. പക്ഷേ ഇത്തരം കുഴപ്പമൊഴിവാക്കാൻ സ്വയം തിരുത്തണമെന്നേ സമുദായ നേതാക്കളും PC ജോർജും പറഞ്ഞതുള്ളൂ. ഇങ്ങനെ PC ജോർജ് വാ തുറന്ന് പറഞ്ഞു പോകുമ്പോൾ അവ പൊതു ഇടത്തെ പ്രസ്താവനയായി മാറുമ്പോൾ തങ്ങളുടെ മതവും സമുദായവും വോട്ട് ബാങ്കാണെന്ന ഫലത്തിൽ പലതും അന്യായമായി അനുഭവിച്ചും നേടിയും പോരുന്നവർക്ക് കടുത്ത അസ്വസ്ഥതയും അരക്ഷിതത്വവും തോന്നുമല്ലോ. അവരുടെ നോവാണ് രാഷ്ട്രീയ മുന്നണികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്ക് നോവുമ്പോൾ നേതാക്കൾക്ക് നോവുന്നു. ജനസംഖ്യ സമവാക്യം തെറ്റിച്ച് മുസ്ലിം ജനന നിരക്ക് ഉയരുന്നതിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അതിനു കാരണം തീവ്ര ഇസ്ലാമികവാദികളാണ്. രാജ്യത്തെ ഇസ്ലാം ഭരണത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചവർ. ഏത് ഇസ്ലാമികവാദിയുടെയും ഉള്ളിരിപ്പ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വാഴ്ച ആണെന്നത് മറ്റുള്ളവരുടെ ആരോപണമല്ല. തീവ്ര മതവാദികളെ മതാന്ധതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഏറെ അധ്വാനിക്കുന്ന ജാമിദ ടീച്ചർ എന്ന മതമുക്തയായ അധ്യാപികയുടെ സമൂഹ മാധ്യമ അവതരണങ്ങളിൽ നിന്ന് അത് പലവട്ടം കേട്ടുകഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സമ്പൂർണ്ണ വിശ്വാസ നിരാസ ചിന്തയോട് ക്രൈസ്തവർക്ക് വിയോജിക്കാം. എന്നാൽ മതം ത്യജിക്കുന്ന മുസ്ലിമിനെ ഭരണാധികാരി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന മതശാസന ഉസ്താദിന്റെ വാക്കുകളിലൂടെ അവർ മനസ്സിലാക്കി തരുമ്പോൾ ഒരു കാര്യം വ്യക്തം: രാജ്യത്തിൻ്റെത് ഇസ്ലാമിക ഭരണവും ഭരണാധികാരി ഇസ്ലാം വിശ്വാസിയും ആയിരിക്കണമെന്ന സങ്കല്പമാണ് ആ ശാസനയിൽ അടങ്ങിയിരിക്കുന്നത്. നാടിന്റെ രാഷ്ട്രീയാധിപത്യം ഇസ്ലാമിനായിരിക്കണമെന്ന അന്തിമ ലക്ഷ്യം അത് ആ മതസമൂഹത്തിന്റെ പിറവി മുതൽ മതശാസന രൂപപ്പെട്ട നാൾ മുതൽ രൂഢമൂലമാണെന്നതിലും സംശയമില്ല. ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. മുസ്ലിം ജനസംഖ്യ വ്യത്യാസപ്പെടുന്നതിൽ ഇതര സമൂഹങ്ങൾ ആശങ്കപ്പെടുന്നത് ഇക്കാരണത്താൽ മാത്രമാണ്. സമുദായ വിദ്വേഷത്താൽ അല്ല. ജനസംഖ്യ വർധന ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വഴിയായി കാണുന്ന തീവ്ര ഇസ്ലാമികവാദികളെയും ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചവരെയും കേട്ട ഇതര ജനങ്ങൾക്ക് എങ്ങനെയാണ് ജനസംഖ്യാ മാറ്റം അവഗണിക്കാൻ കഴിയുക? ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് പറയാൻ മലയാളികൾ വരെയുണ്ട് എന്നത് നിസ്സാര കാര്യമല്ല. ബഹുമത സമൂഹത്തിൽ ഏത് മതരാഷ്ട്രവാദവും ആശങ്കാജനകമാണ്. ഹിന്ദു രാഷ്ട്രവാദമായാലും. അതേസമയം ഹൈന്ദവ ഭൂരിപക്ഷം ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായുള്ള യാഥാർത്ഥ്യമാണ്. അതിനെ പ്രത്യേകിച്ച് ആരും ഭയക്കേണ്ടതില്ല. തങ്ങളുടേതായ ഭൂരിപക്ഷവും മതരാഷ്ട്രമോഹവും തീവ്ര ലക്ഷ്യമായി ഉള്ളിൽ ഒളിപ്പിച്ചിട്ടില്ലാത്ത ആരും. ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമായ ആധിപത്യ സ്വഭാവമുള്ള മതഭൂരിപക്ഷമോ മതരാഷ്ട്രമോ ഗൂഢമായി നിർമ്മിക്കുക എന്നത് ആരുടെയെങ്കിലും വ്യാമോഹമായാൽ കൂടി ഇന്ത്യൻ ജനതയിലെ ഭൂരിപക്ഷത്തിനും അത് ആശങ്കാജനകമാണ്. കേരളത്തെ അത്തരമൊന്നിന്റെ ആദ്യത്തെ കഷണമാക്കാൻ ചിലർ ശ്രമിക്കുന്നെങ്കിൽ രാഷ്ട്രീയ വാണിജ്യ ലാക്കുകാരായ നേതാക്കളും മാധ്യമങ്ങളും അവർക്ക് കൂട്ടുനിൽക്കുന്നെങ്കിൽ, ഛേദം വന്നവരുടെ ആവലാതികൾ അവഗണിക്കപ്പെടുന്നെങ്കിൽ ജോർജല്ല ജോർജുമാർ തന്നെ ഉണ്ടാകാതെ വയ്യ. ഇസ്ലാം ഭൂരിപക്ഷ മതമായാൽ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്നത് ദുരാരോപണമെന്ന പക്ഷമുണ്ട്. ഇന്തോനേഷ്യ മുതൽ ബോസ്നിയ ഹെർസോഗോവിന വരെയും അത് കഴിഞ്ഞുമുള്ള ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശരി തന്നെ. എന്നാൽ 180 കോടി വരുമെന്ന് അവകാശപ്പെടുന്ന ആഗോള ഇസ്ലാമിക ജനസംഖ്യയിൽ 45 കോടിയോളമേ ഉള്ളൂ ഈ രാജ്യങ്ങളിലെല്ലാം ചേർന്നാലുള്ള മുസ്ലിം ജനസംഖ്യ. അതിൽ തന്നെ തുർക്കി പോലുള്ള രാജ്യങ്ങളിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും എത്തരമാണെന്ന് ലോകം അറിയുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ പോലും
മതനിന്ദാ നിയമം ജനാധിപത്യത്തെ പരിമിതപ്പെടുത്തുന്നെങ്കിൽ ബാക്കിയിടങ്ങളിലെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏതെങ്കിലും മതസമൂഹം അതിൻ്റെ വിശ്വാസ സംഹിതയാൽ തന്നെ ഇതര സമൂഹങ്ങളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ലെന്ന് വന്നാൽ അത് ഭീതിക്ക് ഉറവിടമാകുമെന്നതിൽ സംശയം വേണ്ട. ആ ഭയമാണ് ഇവിടെയും ബാധകമാകുന്നത്.